ഡോപ്പിൾ ഗാങ്ങർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഒരു എക്സാക്ട് കോപ്പി ആയിട്ടുള്ള മറ്റൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവം. അതൊരു റിയൽ മനുഷ്യനല്ല എന്ന് മാത്രം. ഡോപ്പിൾ ഗാങ്ങർ ഒരു ജർമ്മൻ വേർഡാണ്. അതിൻ്റെ എക്സാക്ട് മീനിങ് എന്ന് പറയുന്നത് ഡബിൾ വാക്കർ ഓർ ഡബിൾ ഗോവർ. ജസ്റ്റ് നമ്മൾ റിസംബിൾ ചെയ്യുന്ന പോലെയല്ല ഒരു ഡോപ്പിൾ ഗാങ്ങർ. അത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അറിയുന്നത്, നമ്മുടെ സെയിം വേ ഓഫ് ഡ്രസ്സിങ്, സെയിം വേ ഓഫ് ആക്ടിങ് എല്ലാം നമ്മുടെ എക്സാക്ട് കോപ്പി. പക്ഷേ അവർ മനുഷ്യരല്ല. നമ്മുടെ ഫ്രണ്ട്സോ നമ്മളെ അറിയാവുന്ന ആരെങ്കിലും ഈ ഡോപ്പിൾ ഗാങ്ങറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും വ്യത്യാസം അറിയാൻ പറ്റില്ല. നമ്മളായിരുന്നില്ല അത്, നമ്മൾ ഈ സമയത്ത് ഈ സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറയും അത് നീ തന്നെയായിരുന്നു. അങ്ങനെയാണോ ഡോപ്പിൾ ഗാങ്ങർ? പണ്ട് സമയത്ത് ഇവരെ ഈവിൾ എൻറ്റിറ്റി ആയിട്ടും ബാഡ് ലക്ക് ഉണ്ടാക്കുന്നവരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡി പ്രകാരം ഇവർ ഈവിളും അല്ല, ലൈക്ക് ആരെയും ഉപദ്രവിക്കാനുള്ള ഇൻറ്റൻഷൻസും ഇല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എമിലി സാജിയുടെ കഥയാണ്. കഥയല്ല, ആൾക്കും ഒരു ഡോപ്പിൾ ഗാങ്ങർ ഉണ്ടായി. അപ്പോൾ ഈ എമിലി സാജിയുടെയും ആളുടെ ഡോപ്പിൾ ഗാങ്ങറിനെ കുറിച്ചുള്ള ട്രൂ സ്റ്റോറിയാണ് ഇത്. എമിലി സാജെ ഒരു ഫ്രഞ്ച് വുമൺ ആണ്. അവളൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എമിലി ഒരു നല്ല ടീച്ചറായിരുന്നു. പക്ഷേ ഈ 16 വർഷത്തെ കരിയറിൻ്റെ ഉള്ളിൽ ആൾ 19 തവണ സ്കൂൾ ട്രാൻസ്ഫർ ചെയ്തു. ഒരു സ്കൂളിൽ തന്നെ ഒരു നല്ല പൊസിഷനിൽ ആൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത് സ്ട്രേഞ്ച് ആണ്, കാരണം എമിലി ഒരു ഫാന്റാസ്റ്റിക് ടീച്ചറായിരുന്നു. പക്ഷേ അവൾക്കൊരു ചെറിയ സീക്രട്ട് ഉണ്ടായിരുന്നു. 1845 ഒരു സ്കൂൾ കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് എമിലി ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. എമിലി ഒരു പാരനോർമൽ ഡോപ്പിൾ ഗാങ്ങറിൻ്റെ സെൻറ്ററിലായിരുന്നു. അവൾക്ക് ഒരു പാരനോർമൽ ട്വിൻ ഉണ്ടായിരുന്നു, ഐഡൻറ്റിക്കൽ ടു ഹെർ. പക്ഷേ എമിലിക്ക് ഈ ഡോപ്പിൾ ഗാങ്ങറിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ആളുടെ ലൈഫിൽ ഒരു വട്ടം പോലും ഇവളുടെ ഈ ട്വിന്നിനെ കണ്ടിട്ടില്ല. പക്ഷെ എമിലിക്ക് ചുറ്റുമുള്ളവര് ഈ ഡോപ്പിൾ ഗാങ്ങറിനെ കണ്ടിട്ടുണ്ട് വെരി ക്ലിയർലി. ഫോർ എക്സാമ്പിൾ, ക്ലാസ് ഫുൾ ഓഫ് സ്റ്റുഡൻസ് ഇവളുടെ ഡോപ്പിൾ ഗാങ്ങറിനെ കണ്ടിട്ടുണ്ട്. ലൈക്ക് അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മിമിക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എമിലി ഇപ്പോൾ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് നോക്കി, ലൈക്ക് ദ ഡോപ്പിൾ ഗാങ്ങർ തൊട്ടിപ്പുറത്ത് നിന്ന് ജസ്റ്റ് എഴുതുന്ന ആക്ഷൻ കാണിക്കും. പക്ഷെ ആൾ എഴുതുന്നതൊന്നും വരില്ല, ജസ്റ്റ് മിമിക്കിങ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. ഇനി പേപ്പർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് ഈ ഡോപ്പിൾ ഗാങ്ങർ വരുന്ന ഇവളുടെ അതേ ആക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരു ക്ലാസ് ഫുൾ ഓഫ് കുട്ടികൾ കണ്ട കാര്യമാണ്. ബട്ട് എമിലിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എമിലിയുടെ ഡോപ്പിൾ ഗാങ്ങർ വരുന്ന സമയത്ത് എമിലിനെ കാണാൻ ആകെ ടയേർഡ് ആയിരിക്കും, ലൈക്ക് പവർലെസ് ആയിരിക്കും എമിലിനെ കാണാൻ. എമിലി സാജെ ജനിച്ചത് ഫ്രാൻസിലാണ്. അപ്പോൾ ഈ ചെറുപ്പം തൊട്ടേ ആളുകൾ ഇവളെ പറഞ്ഞുകൊണ്ടിരുന്നത് അധികം ആരോടും സംസാരിക്കില്ല, ക്രൗഡഡ് ഏരിയ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് മാറി നിൽക്കും, ആരോടും ഇന്ററാക്ട് ചെയ്യില്ല. അവളുടെ വില്ലേജിലുള്ള പിള്ളേരുമായിട്ട് അവളുടെ ഏജുള്ള പിള്ളേരായിട്ട് അങ്ങനെ അടുപ്പമൊന്നുമില്ല. പക്ഷെ ഈ വില്ലേജിലെ കുട്ടികൾ പറഞ്ഞത് എമിലിനെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് അവളുടെ ട്വിൻ സിസ്റ്ററിന്റെ കൂടെയാണെന്ന്. ആർക്കും അത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നില്ല, കാരണം ആ പരിസരത്തെ എല്ലാവരും വിചാരിച്ചു എമിലിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ടെന്ന്. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് സ്ട്രേഞ്ച് ആയി തോന്നിയ കാര്യം ഇവർക്ക് രണ്ടുപേർക്കും വലിയ കണക്ഷൻ ഇല്ലാത്ത പോലെ, ലൈക്ക് ഇവർ രണ്ടുപേരും ഇന്ററാക്ട് ചെയ്യുന്നത് കാണുന്നില്ല. എമിലി ഇങ്ങനെ ഒരു ആളുള്ളത് അറിയാത്ത പോലെയുള്ള ഒരു നടത്തം, ഇതാണ് ആ വില്ലേജുകാർക്ക് സ്ട്രേഞ്ച് ആയി തോന്നിയത്. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് ഇവർ ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്ന്. എമിലിയുടെ പാരൻസ് ആ വില്ലേജിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. എമിലിയുടെ പാരൻസിനും ഇവളുടെ ട്വിന്നിനെ പറ്റി അറിയാം. പക്ഷെ എമിലിയുടെ പാരൻസ് ഇത് ഭയങ്കര സീക്രട്ടീവായി കൊണ്ടു നടക്കും. കാരണം ആ ടൈമിൽ അവിടുത്തെ ആൾക്കാർ ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഇവരുടെ ബിസിനസ്സിനെ ബാധിക്കും, കസ്റ്റമേഴ്സ് വരാതാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പാരൻസ് ഇതിനെക്കുറിച്ച് ആരെയും അറിയിച്ചിട്ടില്ല. എല്ലാവരും വിചാരിച്ചത് ട്വിൻ സിസ്റ്റർ ആണെന്ന്. അവർ ആക്ട് ചെയ്തത് ഓക്കെ ട്വിൻ സിസ്റ്റർ ആണ് എന്ന രീതിക്കായിരുന്നു. എമിലിയുടെ മറ്റ് സിബ്ലിങ്സും എമിലിനെ കണ്ടിട്ടുള്ളത് ഈ ഡോപ്പിൾ ഗാങ്ങറിന്റെ കൂടെയാണ്. എമിലി എവിടെയൊക്കെ പോകുന്നു ഒപ്പം തന്നെ ഈ ഡോപ്പിൾ ഗാങ്ങർ ഉണ്ടാവും. എമിലിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വീട്ടിലേക്ക് ഒരു ട്യൂട്ടറെ വിളിച്ചുകൊണ്ടാണ്. എമിലിയുടെ അടുത്ത് നിന്ന് പാരൻസ് ഇത് ഒരുപാട് മറച്ചു വെക്കാൻ ട്രൈ ചെയ്തു. എമിലി ഇത് കണ്ടുപിടിച്ചത് ലേറ്റർ ഓൺ ഇൻ ഹർ ലൈഫ്, അവൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ 1845 എമിലി സാജി ഓൾ ഗേൾസ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറി. അങ്ങനെ എമിലിയുടെ ട്വിന്നിനെ ആദ്യമായിട്ട് ആ സ്കൂളിൽ കാണുന്നത്
എമിലി ഒരു 13 സ്റ്റുഡൻസ് അടങ്ങുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. എമിലി ബോർഡിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോപ്പിൾ ഗാങ്ങർ അടുത്ത് വന്ന് എമിലി എന്താണോ ചെയ്യുന്നത് അത് മിമിക് ചെയ്തുകൊണ്ടിരുന്നു. ഒരേ ഒരു കാര്യം ഈ സ്റ്റുഡൻസിന് ലൈഫ് ലൈക്കായി തോന്നാതിരുന്നത്, ഈ ഡോപ്പിൾ ഗാങ്ങർ ഇങ്ങനെ എഴുതുമ്പോൾ ആളുടെ കയ്യിൽ ചോക്കൊന്നുമില്ല. എമിലിയാണ് അവിടെ നിന്ന് കറക്റ്റ് സംഭവങ്ങളൊക്കെ എഴുതുന്നത്. പക്ഷെ ഡോപ്പിൾ ഗാങ്ങർ ചുമ്മാ അവളെന്താ ചെയ്യുന്നത് അതിങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ആ കുട്ടികൾക്ക് ക്രീപ്പി ആയി തോന്നിയ കാര്യം. അതിനുശേഷം എമിലി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ എമിലി ഫുഡ് കഴിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ഡോപ്പിൾ ഗാങ്ങർ അവളുടെ ബാക്കിൽ വന്ന് എമിലി എന്താണോ ചെയ്യുന്നത് ആ ആക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഡോപ്പിൾ ഗാങ്ങർ ആക്ച്വലി ഒന്നും കഴിക്കുന്നില്ല. എമിലി ചെയ്യുന്ന അതേപോലെ മിമിക് ചെയ്യുക മാത്രം. അങ്ങനെ പോകെ ഈ ഗോസ്റ്റ്ലി ട്വിൻ ആൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശേഷിയൊക്കെ വരുന്നത് പോലെ ആയി. കാരണം എമിലി ഒരു ഭാഗത്ത് നിന്ന് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഗോസ്റ്റ്ലി ഫിഗർ വേറെ ഒരു സ്ഥലത്ത് വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. 50 സ്റ്റുഡൻസ് ആണ് എമിലിയുടെ ഡോപ്പിൾ ഗാങ്ങറിനെ കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ 50 സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ ആ ടീച്ചർ ഇറങ്ങിപ്പോയി. അതിനുശേഷം ക്ലാസ്സിലേക്ക് കയറി വന്നത് എമിലി സാജി എന്നാണ് കുട്ടികൾ വിചാരിച്ചത്. അപ്പോഴാണ് 2 കുട്ടികൾ ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ എമിലി സാജി പുറത്ത് ഗാർഡനിൽ എന്തോ പണിയിലാണ്. അങ്ങനെ ഈ 2 ബ്രേവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ എൻറ്റിറ്റിനെ അപ്രോച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഈ ഡോപ്പിൾ ഗാങ്ങറിൻ്റെ അടുത്തേക്ക് വന്ന് കൈ വെച്ചതും അവരുടെ കൈ നേരെ ആളുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ അവർ പറഞ്ഞത് എംപ്റ്റി ആയി ഫീൽ ചെയ്തു എന്നാണ്. കോബ്വെബ്സ് എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ കൈ അകത്തേക്ക് കടന്നുപോയി. അതിൽ ഒരു കുട്ടി ജേർണൽസ് എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്പീരിയൻസസിനെ കുറിച്ചും ആ കുട്ടി ജേർണൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആ കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നത് ഇറ്റ് ഫെൽറ്റ് എംപ്റ്റി ലൈക്ക് എൻ എംപ്റ്റി എൻറ്റിറ്റി. ഈ 50 സ്റ്റുഡൻസും എമിലി സാജിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ടൈമിൽ എമിലി സാജി എവിടെയായിരുന്നു എന്ന് അറിയാം. എമിലി പറഞ്ഞത് അവൾ ഗാർഡനിൽ തന്നെയായിരുന്നെന്ന്. പക്ഷെ എമിലി ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെ തയ്യൽ ക്ലാസ്സിൽ തയ്യൽ പഠിപ്പിക്കണം എന്നായിരുന്നു എന്ന്. എമിലിയുടെ കൂടെ റൂം ഷെയർ ചെയ്ത മറ്റൊരു ടീച്ചർ പറഞ്ഞത് എമിലി ഉറങ്ങുന്ന സമയത്ത് എമിലിയുടെ ബോഡിയിൽ നിന്ന് തന്നെ ഈ ഒരു സെക്കൻഡ് ട്വിൻ വന്ന് അവളുടെ മേലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതായി കണ്ടിട്ടുണ്ടെന്ന്. പലർക്കും തോന്നിയിട്ടുള്ളത് ഇത് മേ ബി ആസ്ട്രൽ പ്രൊജക്ഷൻ ആയിരിക്കുമെന്ന്. അങ്ങനെ ഈ സ്റ്റുഡൻസിന്റെ പാരൻസ് എല്ലാവരും ചേർന്ന് ഈ ടീച്ചറെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു. ഇങ്ങനത്തെ സ്ട്രേഞ്ച് ആയ കാര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവരുടെ ചിൽഡ്രന്റെ സേഫ്റ്റി ഒക്കെ ആലോചിച്ച് ഇവരെല്ലാവരും വന്ന് കംപ്ലൈന്റ് ചെയ്യും. അപ്പോൾ ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിന് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യില്ല. ആൾക്ക് എമിലി സാജിനെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം ആളുടെ ടീച്ചിങ് സ്കിൽസ്, കുട്ടികൾക്ക് എല്ലാവർക്കും ആളെ ഇഷ്ടം. പിന്നെ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഈ ഒരു ഗോസ്റ്റ്ലി അപ്പിയറൻസ് വരുന്നുണ്ട് എന്നല്ലാതെ ആർക്കും ഒരു ഹാം ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ പാരൻസിന്റെ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കെ ഈ ഹെഡ് മിസ്ട്രസിന് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എമിലി സാജിനെ അവർ ഫയർ ചെയ്യും. അവിടെ നിന്ന് എമിലി സാജി ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങും. എല്ലാവരും വിചാരിച്ചത് അവള് മറ്റൊരു സ്കൂളിലേക്ക് പോകുമെന്നാണ്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയ എമിലി സാജിനെ കുറിച്ച് ഒരറിവും നമ്മില്ല. ഷി വാസ് നെവർ സീൻ അഗൈൻ. എമിലി സാജി മരിച്ചു എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട്, ഒരു ന്യൂസ് പോലും വന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിചാരിച്ചത് ഇതൊരു ഈവിൾ ട്വിൻ ആണ്, ഡോപ്പിൾ ഗാങ്ങർ ആണ്, മിസ്ഫോർച്യൂൺ ഉണ്ടാക്കും, അങ്ങനെ ഇങ്ങനെ. മറ്റു ചിലർ വിചാരിച്ചത് എമിലിക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാൻ കഴിയും, പക്ഷേ അത് അൺഇൻറ്റൻഷനലിയും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലും ആയി എന്ന്. പിന്നെ കുറച്ച് പേര് പറഞ്ഞത് എമിലിക്ക് ഈ ട്വിനിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് അത് മേ ബി അവളുടെ തന്നെ ഒരു ഫോം ആയിരിക്കും. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? എമിലി എന്താണോ ചെയ്യുന്നത് കണ്ടല്ലേ? എമിലി മനുഷ്യനല്ല, ജസ്റ്റ് നമ്മൾ ഈ ക്ലാസ് ഫുൾ ഓഫ് സ്റ്റുഡൻസ് ഇവളുടെ അത് ഫേക്ക് ആണെന്ന് വിചാരിക്കുന്ന ഗൈസ് ഇത് ഭയങ്കര വിയേർഡായിട്ടില്ലേ? ടിക്കിലി ടിക്കിലി ഫീലി. യു ഹാവിങ് ടിക്കിലി ടിക്കിലി ഫീലി?